ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.1 5th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ പാരലോഗ്രാം ABCD 2 points P and Q are taken on diagonal BD such that DP equal to BQ. പാരലോഗ്രാം ABCD ഇവിടെ പാരലോഗ്രാം ഉണ്ട്. അതിൽ 2 points P and Q, പിയും ക്യൂവും 2 പോയിന്റ്സ് പേരിൽ നോക്കാം. P and Q ആർ ടേക്കൺ ഓൺ ഡയഗണൽ BD. ഒരു ഡയഗണൽ BD എന്ന് വരച്ചു, അതിൽ പിയും ക്യൂവും മാർക്ക് ചെയ്തു. സച്ച് ദാറ്റ് DP ഈക്വൽ ടു BQ. ഇവിടെ DPയും BQവും ഈക്വൽ ആയ രീതിയിൽ വരച്ചു. വീണ്ടും അവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചു. പ്രൂവ് ചെയ്യേണ്ടത് ഷോ ദാറ്റ് ട്രയാങ്കിൾ APD ഈക്വൽ ടു ട്രയാങ്കിൾ CQB. ട്രയാങ്കിൾ APD ഈക്വൽ ടു CQB. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ AP is equal to CQ, അതുപോലെ AQB congruent to CPD, അതുപോലെ AQ equal to CP. ഇനി കിട്ടിയ APCQ, APCQ അതൊരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗർ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, APDയും CQBയും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ APD ആൻഡ് CQB, ട്രയാങ്കിൾ CQB, APD ഈ ട്രയാങ്കിളും CQB ഈ രണ്ട് ട്രയാങ്കിൾ, ഇത് രണ്ടും സെലക്ട് ചെയ്തു. അതിൽ AD ഈക്വൽ ടു BC, AD ഈക്വൽ ടു BC, ADയും BCയും ഈക്വൽ ആണ്. കാരണം ഇതൊരു പാരലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആണ്. അതുകൊണ്ട് ADയും BCയും ഈക്വൽ ആണ്. ഇനി DP ഈക്വൽ ടു BQ, DP ഈക്വൽ ടു BQ, PQവും DPയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീസൺ ഗിവൺ. ഇനി ആംഗിൾ ADP ഈക്വൽ ടു ആംഗിൾ CBQ, പേരിൽ നോക്കുക. ADP അതുപോലെ CBQ ഈ ആംഗിളും ഈ ആംഗിളും. ADയും BCയും പാരലാണ്, പാരലോഗ്രാം ആയതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ ഈ BD എന്ന ട്രാൻസ്വേഴ്സ് ലൈനെ കട്ട് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾ, ഇന്റീരിയർ ആംഗിൾസ്, അതിന് റീസൺ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡിനോട് ഈക്വൽ ആണ്, അതുപോലെ ഇതിനോട് ഈക്വൽ ആണ്. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ therefore ട്രയാങ്കിൾ APD congruent to ട്രയാങ്കിൾ CQB. റീസൺ രണ്ട് സൈഡും ആംഗിളും. അപ്പോൾ SAS കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ട്രയാങ്കിൾസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ട AP ഈക്വൽ ടു CQ പ്രൂവ് ചെയ്താൽ മതി. AP ഈക്വൽ ടു CQ ഫിഗറിൽ നോക്കുക. AP ഇതാണ്, CQ ഇവിടെ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിന് റീസൺ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് CP CT കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈ നേരത്തെ പ്രൂവ് ചെയ്ത കോൺഗ്രുവൻ്റ് ട്രയാങ്കിളിന്റെ ആ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ AQB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ CPD ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ AQB ആൻഡ് CPD, AQB ആൻഡ് CPD പേരിൽ നോക്കുക. AQB ഈ ട്രയാങ്കിൾ ആണ്. അതുപോലെ CPD, AQB ഇങ്ങോട്ട് പോകും, CPD ഇങ്ങോട്ട് വരുന്നു, ട്രയാങ്കിൾ CPD. അപ്പോൾ അവിടെ AB ഈക്വൽ ടു CD ആണ്, കാരണം പാരലോഗ്രാം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരലോഗ്രാം ABCD, അപ്പോൾ ABCD പാരലോഗ്രാം ആകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് കിട്ടി. ഇനി DP ഈക്വൽ ടു BQ, DP ഈക്വൽ ടു BQ അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന്റെ റീസൺ ഗിവൺ. AP ഈക്വൽ ടു CD കിട്ടി, DP ഈക്വൽ ടു BQ കിട്ടി. ഇനി ആംഗിൾ ABQ ഈക്വൽ ടു ആംഗിൾ CDP, ABQ നോക്കുക. ABQ ഈ ആംഗിളും അതുപോലെ CDP ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിളും. ഇവിടെ ABയും CDയും പാരലൽ ലൈൻസ് ആണ്. അതിനെ BD എന്നുള്ള ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ അവിടെ ADയും BC ആയിരുന്നു, ഇവിടെ ABയും CDയുമാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സിലാണ് BD. അപ്പോഴുണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. ABQ BD എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ABQ അതുപോലെ CDP. അതിന്റെ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇപ്പോൾ ഇവിടെ therefore ട്രയാങ്കിൾ
എ ക്യു ബി, ട്രയാങ്കിൾ എ ക്യു ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി പി ഡി. കാരണം നമുക്ക് രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട്, ഈ സൈഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, എ ക്യു ഈക്വൽ ടു സി പി ആണ് പ്രൂവ് ചെയ്യുന്നത്. എ ക്യു ഈക്വൽ ടു സി പി, എ ക്യു ഇതാണ്, സി പി ഇതാണ്. നമ്മൾ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റീസൺ സി പി സി ടി. തേർഡ് അല്ല, ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ക്യു ഈക്വൽ ടു സി പി, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. ഇനി അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ പി സി ക്യു ഈസ് എ പാരലോഗ്രാം. അപ്പൊ ഇവിടെ നമ്മൾ എ ക്യുവും സി പിയും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എ ക്യു സി പി, അതുപോലെ എ പിയും സി ക്യുവും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസും അവിടെ ഈക്വൽ ആവുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈക്വൽ ആൻഡ് പാരലൽ ആയതുകൊണ്ട് ഇതൊരു പാരലോഗ്രാം ആവും. അപ്പോൾ എൻ്റെ അത് പാരലോഗ്രാം ആണ് നമുക്ക് എഴുതി വെച്ചാൽ, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റിനകത്തെല്ലാം അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഫ് ബോത്ത് ദ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ എ ക്വാഡ്രിലേറ്ററൽ ദെൻ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, രണ്ട് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ക്വാഡ്രിലേറ്ററിൽ ഒരു പാരലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ്, നമുക്ക് രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് നമുക്ക് പാരലൽ ആണെന്ന്, ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെൻസ് എ പി സി ക്യു, നമുക്ക് വേണ്ടത് എ പി സി ക്യു ആണ്. എ പി സി ക്യു ഇസ് എ പാരലോഗ്രാം എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു.